അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ സ്വർഗത്തിൽ പോകാതിരിക്കുമോ? അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് എനിക്ക് എന്നിൽ സംശയമുള്ള ഇസ്തിഗാസ എന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ജായിസായൊരു വിഷയം, ഇസ്ലാം അനുവദനീയമായൊരു വിഷയം, അത് ചെയ്താൽ കാലാകാലം സ്വർഗത്തിൽ കടക്കാതെ കാലാകാലം നരകത്തിൽ കടക്കുന്നു എന്നതാണ് വിഷയം. അനുവദനീയമായൊരു വിഷയം, ഖുർആൻ ജായിസാക്കി തന്ന വിഷയം. അത് ചെയ്താൽ അത് കാരണത്താൽ കാലാകാലം ഒരാൾ മുശ്രിക്കായി പോകും, അതാണ് വിഷയം. ഒരാൾ ഇസ്തിഗാസ ചെയ്യുന്നില്ലെങ്കിൽ അവന് വിരോധമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഇസ്തിഗാസ അല്ലാഹു അല്ലാത്ത ആളുകളെ സഹായിയായിട്ട് അല്ലാഹു നിയമിച്ചതാണ്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വൽ മുഅ്മിനൂന വല്ലദീന ആമനു വല്ലദീന യുഖീമൂന സ്വലാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു മാത്രമല്ല റസൂല് അതുപോലെ മുഅ്മിനീങ്ങൾ അവരൊക്കെ നിങ്ങളുടെ സഹായികളാണ്. വമൻ യതവല്ലല്ലാഹു വറസൂലഹു വൽ മുഅ്മിനൂൻ, ആരെങ്കിലും അല്ലാഹുവിനെയും റസൂലിനെയും സത്യവിശ്വാസികളെയും സഹായികളാക്കിയാൽ ഫഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ ഗാലിബൂൻ, നിശ്ചയം അല്ലാഹുവിന്റെ പാർട്ടി വിജയികളാകുന്നു. അഥവാ അല്ലാഹു നിശ്ചയിച്ച സത്യവിശ്വാസികളെ പ്രവാചകനെ സഹായിയാക്കിയാൽ അവർ വിജയികളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ വിജയികളെ പരാജയപ്പെട്ടവരായി നരകത്തിലേക്ക് എഴുതി തള്ളുന്നതാകുന്നു സമുദായത്തിൽ പ്രശ്നമുണ്ടായത്. അല്ല, അതിന് എനിക്കൊന്ന് മറുപടി പറയട്ടെ. മറുപടി കൂടി ആ 2 മിനിറ്റോട് കൂടി ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞു. നിങ്ങൾ 2 പ്രാവശ്യം ഉത്തരം പറഞ്ഞു. ഒരു 2 മിനിറ്റ് മുജാഹിദ് വിഭാഗത്തിന് കൊടുക്കും. അതിനുശേഷം നമുക്ക് വേണം പൊതു ചർച്ചയാവാം, അല്ലെങ്കിൽ ഇന്നത്തെ പരിപാടിയോട് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നേരത്തെ ചോദ്യം കരീം സാഹിബ്, നേരത്തെ ചോദ്യം 2 കൂട്ടരോടുമായിരുന്നു. ഞാൻ അദ്ദേഹം മറുപടി പറഞ്ഞു. ആ സമയം അവർക്ക് 2 മിനിറ്റ് അവർക്ക് ഇപ്പൊ കൊടുക്കും. ചോദ്യത്തിലും ഇപ്പോഴത്തെ ചോദ്യത്തിലും ഒരു 2 മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ വിഷയം. കാരണം 2 ചോദ്യത്തിലും നമ്മളെയാണ് കുത്തിയിട്ട്. അപ്പോ മുനാഫിക്കുകൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത് വരാത്തതിന്റെ പേരിലാണ് അവരെന്ത് ചെയ്തത്? ആ പള്ളി പൊളിച്ചു കളഞ്ഞത്. അവരാണ് പ്രശ്നമുണ്ടാക്കിയവരെന്ന് പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ എന്തിനാണ് ആ ഭാഗം പറഞ്ഞത് അദ്ദേഹം വിശദീകരിച്ചതുമില്ല. അതുകൊണ്ട് മുജാഹിദികളെ ആണ് നിങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ളതെങ്കിൽ അതൊരിക്കലും സത്യസന്ധമല്ല എന്ന് ഉണർത്തുന്നു. ബാക്കിയുള്ളവർ മലയാളത്തിൽ ഇറങ്ങിയ സുന്നി പരിഭാഷകൾ എന്റെ സഹോദരങ്ങൾ വായിക്കണമെന്ന് ഉണർത്തുന്നു. ഇനി ഇവിടെ പല പ്രാവശ്യം എടുത്തു ധരിച്ച ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലു വല്ലദീന ആമനു വല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാക്കിഊൻ എന്ന ആയത്ത് ഇസ്തിഗാസക്ക് തെളിവേ അല്ല. ഇസ്തിഗാസക്ക് തെളിവേ അല്ല. ഒരൊറ്റ മുഫസ്സിറുകളും അങ്ങനെ പറഞ്ഞിട്ടില്ല. വേണ്ട, കേരളത്തിൽ ഇറങ്ങിയ സുന്നി പരിഭാഷകളെങ്കിലും ഒന്ന് മറിച്ചു നോക്കിക്കോളൂ. ഒരു തെളിവും അതിരില്ല. അള്ളാഹുവിന്റെ സഹായി അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ആ വിഷയത്തിൽ സഹായം തേടാമെന്നോ വലിയക്കുമുള്ള നിങ്ങൾ അള്ളാഹു നിങ്ങളുടെ സഹായിയാണ്, റസൂലുഹു അവൻ റസൂലും നിങ്ങളുടെ സഹായിയാണ്, മുഅ്മിനീങ്ങളും നിങ്ങളുടെ സഹായിയാണ്. ഖുർആൻ എന്താ പറഞ്ഞത്? അല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാക്കിഊൻ. മാളിയായ ഫീലും മുലാരിയായ ഫീലും തമ്മിലുള്ള വ്യത്യാസമെങ്കിലും നിങ്ങൾ അറിയണ്ടേ? മാളിയായ ഫീലും മുലാരിയായ ഫീലും തമ്മിലുള്ള വ്യത്യാസം അറിയാതെയാണ് വർത്തമാനം പറയുന്നത്. അതുകൊണ്ട് പരിഭാഷ ഒന്ന് വായിച്ചു നോക്കണം, നല്ലതായിരിക്കുമെന്ന് ഉണർത്തുന്നു. ഈ വിഷയത്തിലും നിങ്ങളുടെ കയ്യിൽ തെളിവില്ല എന്നുണർത്തുന്നു. അസ്സലാമു അലൈക്കും.